MDMAയും കഞ്ചാവും 86,000 രൂപയുമായി യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. കണ്ണൂർ തലശ്ശേരി സ്വദേശി അരുൺ പവിത്രനാണ് പിടിയിലായത്. ബന്ധുവീട്ടിലെത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് മാരക മയക്കുമരുന്നുമായി ഇയാൾ പിടിയിലാകുന്നത്. കണ്ണൂർ തലശ്ശേരി സെൻട്രൽ പൊയിലൂർ സ്വദേശി പോയിക്കാൻ വീട്ടിൽ അരുൺ പ്രതാപ് 30 വയസ്സാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ മുൻപും കണ്ണൂർ ജില്ലയിൽ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ബന്ധുവീടായ വണ്ടിപ്പെരിയാർ 62-ാം മൈലിൽ പള്ളിപ്പടിക്ക് സമീപം സ്ഥിരമായി എത്തുന്നു എന്ന പോലീസിന് രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വരവും പോക്കും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ തലശ്ശേരിയിൽ നിന്ന് രാത്രി 9 മണിയോടുകൂടി ഇയാൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും മൊബൈൽ ഫോണിൻ്റെ ടവറും ഉപയോഗിച്ച് പോലീസിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം നടത്തിയതിൽ രാവിലെ 7 മണിയോടുകൂടി വണ്ടിപ്പെരിയാറിൽ ബന്ധുവീട്ടിൽ ഇയാൾ എത്തുകയാണ് ഉണ്ടായത്. ഈ സമയം ഇയാളുടെ കൈവശം MDMA, കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഇയാളെ പിടികൂടുകയാണ് ഉണ്ടായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറിൽ നിന്നും 86,000 രൂപയും 3.8 ഗ്രാം MDMAയും 10 ഗ്രാമിലധികം കഞ്ചാവും പിടികൂടി. തുടർന്ന് വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ അമൃതസിംഗ് നായകിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടുകയും വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്തു. എന്നാൽ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. സംഭവത്തിന്റെ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ മുമ്പും ഇയാൾ നിരവധി ലഹരി കടത്ത് കേസിൽ പ്രതിയായിട്ടുണ്ട് എന്നും ഇയാളുടെ ഭാര്യ MDMA അടക്കം കൈവശം വെച്ചതിന് അറസ്റ്റ് വരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും കണ്ടെത്തി. ഇയാളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധനകളാണ് പ്രതി പിടിയിലായത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.